അപ്പോൾ അടുത്തത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് എന്താണ് അരയും തലയും മുറുക്കി കോൺഗ്രസ് ഇറങ്ങാൻ പോകുന്നു എന്ന വാർത്തയാണ്. വീടുകൾ കയറുക, വാർഡ് കമ്മിറ്റി യോഗം ചേരുക, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വാർഡ് പ്രസിഡന്റുമാർക്ക് KPCC നേതൃത്വം ഒരു മാർഗരേഖ നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ മരണം, വിവാഹം തുടങ്ങിയ ചടങ്ങുകളിൽ സാന്നിധ്യം ഉറപ്പാക്കണം എന്നും 44 നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് ആ മാർഗരേഖ. അതിൽ ഇക്കാര്യങ്ങളൊക്കെ ഉണ്ട്. വിജയ്, ഒരു സംശയം, ഈ അരയും തലയും മുറുക്കുന്ന എങ്ങനെയാ? അതങ്ങോട്ട് ഇറങ്ങുകയാണ്. എനിക്കത് ഞാൻ വായിച്ചുകൊണ്ട് അര മുറുക്കുന്നു, അത് പോട്ടെ, മുറുകി തല ഒരു തോർത്തെടുത്ത് അര കിട്ടുന്നു, ഒരു തോർത്ത് തല ലുങ്കിയൊക്കെ കിട്ടുമല്ലോ, ലുങ്കിയൊക്കെ സലീമാലിക്ക് അരയും തലയും മുറുക്കട്ടെ, ഫൈറ്റിന് ഇറങ്ങുന്നു. അതെ, ഇവിടെ മുറുക്കും. ചിരിക്കോ? ഹാഷ്മി, വിജയകുമാർ. കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ളൊരു തീരുമാനത്തിലാണ്. അതിൻ്റെ ഭാഗമായാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു ഒരു മാർഗരേഖ വാർഡ് പ്രസിഡന്റുമാർക്കായി അയച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ വാർഡ് പ്രസിഡന്റുമാർക്കും ഈ മാർഗരേഖ ലഭിച്ചിട്ടുണ്ട്. അതിൽ 44 നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള പ്രത്യേക സമിതിയെ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ആ തീരുമാനം നടപ്പിലാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിലെ എല്ലാ വാർഡ് പ്രസിഡന്റുമാരും ജനങ്ങളുമായി ബന്ധമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഈ വാർഡ് രേഖയുടെ ഈ വാർഡ് പ്രസിഡന്റുമാർക്ക് നൽകിയിരിക്കുന്ന മാർഗരേഖയുടെ പ്രധാന കാര്യമായി പറയുന്നത്. വീടുകൾ കയറുക എന്നുള്ളതാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും വാർഡിലുള്ള എല്ലാ വീടുകളിലും സന്ദർശനം നടത്തണം. ആ സന്ദർശനം നടത്തിയതിന് ശേഷം അതിൻ്റെ മിനിറ്റ്സ് സൂക്ഷിക്കണം. ഓരോ വീട്ടിലും ഏതൊക്കെ കുടുംബത്തിൽ എത്രയൊക്കെ അംഗങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ലിസ്റ്റ് എഴുതി സൂക്ഷിക്കണം. ഒപ്പം തന്നെ ഈ നിലവിലുള്ള ഏറ്റവും പുതിയ വോട്ടർ പട്ടിക എല്ലാ വാർഡ് പ്രസിഡന്റുമാരുടെയും കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതൊക്കെയാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. മാത്രമല്ല, പുതുതായി വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയം വന്നാൽ പിന്നീട് ഒട്ടും അമാന്തിക്കാതെ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാർ തന്നെ അത് നേരിട്ടിടപെട്ട് ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളതാണ് മറ്റൊരു തീരുമാനമായി പറയുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എല്ലാ മാസവും 2 വീതം വാർഡ് കമ്മിറ്റികൾ വിളിക്കണം എന്നുള്ളതാണ്. അത് മാസം ആദ്യമുള്ള ശനിയോ ഞായറോ, അതല്ലെങ്കിൽ മാസം അവസാനമുള്ള ശനിയോ ഞായറോ, അങ്ങനെ ഈ 2 വാർഡ് കമ്മിറ്റി യോഗങ്ങൾ വിളിക്കണം എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങണം. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പാർട്ടിയുടെ മുഴുവൻ പരിപാടികളും അറിയിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഒപ്പം തന്നെ ഒരു വാർഡിൽ നടക്കുന്ന മുഴുവൻ മരണങ്ങളും കല്യാണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളിലും എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുകയും വേണം, അവരെ സഹായിക്കുകയും വേണം എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ ശ്രദ്ധ നൽകണം. പ്രധാന ജംഗ്ഷനിൽ കൊടിമരവും ഒപ്പം തന്നെ ഒരു വാർത്താ ബോർഡും ഉണ്ടാകണം. ആ വാർത്താ ബോർഡിൽ കോൺഗ്രസിന്റെ പരിപാടികൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ ഈ വാർഡ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായി പാർട്ടി പറയുന്ന പരിപാടികൾ നടത്തുന്നതിനൊപ്പം തന്നെ വാർഡിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, അതത് കാര്യങ്ങളിൽ ചർച്ച നടത്തുകയും അവിടെ തന്നെയുള്ള ചെറിയ ചെറിയ പരിപാടികളായാലും, ഉദാഹരണത്തിന് SSLC പരീക്ഷയിലെ വിജയം, അങ്ങനെയുള്ള എല്ലാ പരിപാടികളിലെയും വിജയികളെ അനുമോദിക്കുന്നത് ഉൾപ്പെടെയുള്ള ചെറിയ പരിപാടികൾ നടത്തണം എന്നതുൾപ്പെടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പാർട്ടി പറയുന്ന എല്ലാ പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കണം. അതല്ലാതെ വാർഡ് തലത്തിലും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കണം. സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജീവമാകണം. രക്തദാനം ഉൾപ്പെടെയുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളും സജീവമാകണം തുടങ്ങി വിശാലമായ ഒരു നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനോപകാരമായ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റുമാർ മുന്നിട്ടിറങ്ങണമെന്നും ഈ മാർഗരേഖയിൽ പറയുന്നു. ഹാഷ്മി, വിജയ്. താങ്ക് യു. സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത്.